കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മഞ്ഞാടും മാമലത്താഴത്ത് നീയൊന്നു പാടടി പൂങ്കുയിലേ. പൊന്മാനെ പൂന്തേനെ മീ മിന്നിത്തെന്നും മീനെ കണ്ണാളെ പെണ്ണാളെ ഞാൻ സ്വപ്നം കണ്ടേ നിന്നെ. ഒരു വട്ടം മെയ്യിൽ തൊട്ടോട്ടെ, ഒരു കൂട്ടം കാതിൽ ചൊന്നോട്ടെ. മഴവില്ലിൻ ചന്തം ചേരും ചിരി കണ്ടാൽ ആരും വീഴും ചിങ്കാര പൊന്നും തിടമ്പേ വിടർന്ന കടമ്പേ കിലുങ്ങും ചിലമ്പേ കുറുമ്പിൻ തരിമ്പേ. അടിപൊളി. ഇപ്പോഴാ മോടെ ശരിക്കുള്ള സൗന്ദര്യം എല്ലാം കൂടി പുറത്തോട്ട് വന്നത്. അങ്കിള് ഒരു ഫോട്ടോ എടുക്കട്ടെ. തിളങ്ങുന്നങ്ങ്. ഇഷ്ടായോ? നോക്കിയേ. ഇനി നമുക്കൊരു സെൽഫി എടുക്കാം. ഓ, നല്ല സൂപ്പർ ഫോട്ടോ. എന്നാ ചെയ്യാനാ, നമുക്ക് സോഷ്യൽ മീഡിയയിലോ പത്രത്തിലോ ഇടാൻ പറ്റിയല്ലോ. മോൾ ഒളിവിലായിപ്പോയില്ലയോ? ഒരു കാര്യം ചെയ്യാം, എല്ലാം ഒന്ന് ക്ലിയർ ആയി കഴിയുമ്പോ ഒളിവിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞ് നമുക്ക് എല്ലായിടത്തും കാച്ചിയേക്കാം. എന്നാ പിന്നെ മോള് വിശ്രമിച്ചോ. അങ്കിളിന് കുറച്ച് പണി ബാക്കിയുണ്ട്. എന്റെ പഞ്ചാര കട്ടി, എന്തൊരു ലുക്കാടി ഇത്. ഓ കടി. കിളവൻ അയച്ചു കൊടുക്കാം, കണ്ടു കൊതിക്കട്ടെ. ചെല്ലട്ടെ ചെല്ലട്ടെ ചെന്ന്. കർത്താവേ, ഞാൻ എന്നാ കാഴ്ചയായി കാണുന്നത്? അതിനിടയ്ക്ക് അവൻ ഇത്രയും വലിയ ഗോൾ അടിച്ചോ? റേസ കള്ള കഴിവറിക്ക് പറഞ്ഞ് നാക്ക് വായിലിട്ടതേ ഉള്ളൂ. ദേ വിളിക്കുന്നു. എന്നാ നമ്പടി ഞാൻ ഈ കാണുന്നേ? താൻ ഇത്രയും പെട്ടെന്ന് അവളെ സൈസാക്കിയോ? ഇതെന്നാടാ പെണ്ണുങ്ങളെ വിളിക്കാൻ താൻ കാണിക്കുന്ന ഈ ടെക്നിക്ക്? എന്നെയും കൂടി ഒന്നും പഠിപ്പിക്കടാ. പാവത്തങ്ങൾ ജീവിച്ചു പോയിക്കോട്ടെ. ഈയട്ടാ, അങ്ങനെ ഇയാൾ സൂഹിക്കണ്ട. ഇനി ആ ടെക്നിക്കൂടെ പഠിപ്പിക്കാത്ത കുഴപ്പം കൂടെ ഉള്ളൂ. അല്ലാതെ തന്നെ ഇയാളുടെ ശല്യം കൊണ്ട് മനുഷ്യരോട് ജീവിക്കാൻ വയ്യ. കർത്താവിനെ നിരക്കാതെ വർത്താനം പറയലേ നമ്മടി. ഞാൻ ഇതുവരെ ഉപകാരമല്ലാതെ എന്നതേലും ഉപദ്രവം ഇയാൾക്ക് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ തന്നെ താൻ അവിടെ കിടന്ന് സൂഹിക്കാനുള്ള കാരണക്കാരൻ ഞാനല്ലയോ? ഓ, സമ്മതിച്ചേ. ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞല്ലേ അച്ഛാ. പിന്നെ ഞാൻ അവൾക്ക് കുറച്ച് പുതിയ ഡ്രസ്സൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തു.
കണ്ട് എന്റെ പൊന്നച്ചായ, അതിട്ട് കണ്ടപ്പോ അവളെ കണ്ട ശരിക്കൊരു മാലാക. നോക്കിയിരുന്നാ പിന്നെ ചുറ്റുമുള്ളതൊന്നും നമ്മൾ കാണുകയല്ലെന്നേ. ഇത്രയും കാലത്തെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾക്കിടയിൽ ഞാൻ എത്രയോ പെമ്പിള്ളാരെ കണ്ടിരിക്കുന്നു. പക്ഷേ എന്റെ അച്ചായ ഇതുപോലൊന്ന്. എന്റെ അച്ചായ, അവിടെ കണ്ണി മാത്രം നോക്കിയിരുന്നാ മതി. 6-7 ജന്മം അച്ചാറോ ടച്ചിങ്സോ ഒന്നും ഇല്ലാതെ നല്ല തലവാറ്റടിക്കാൻ പറ്റും. മതി. ഇനി കൂടുതൽ വിശേഷിച്ചാലേ കുറ്റിയും പറിച്ചോണ്ട് ഞാൻ അങ്ങോട്ട് വരുവേ. ആ, എന്നാ തല്ലിക്കൊന്ന് വല്ല കൊക്കയിലോട്ട് തള്ളുകയും ചെയ്യും. എന്റെ പ്ലാനിങ് എല്ലാം കൃത്യമാണ്. ഇന്നത്തോടെ ആദിത്യന്റെ ശല്യം എന്നേക്കുമായി അവസാനിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ കൂടി അറിയുന്നതിൽ ശരവണന് ബുദ്ധിമുട്ടുണ്ടോ? ഞാനങ്ങനെ ഇതുപോലുള്ള ഓപ്പറേഷൻസ് സാധാരണ ആരുമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. എന്നാലും ഡോക്ടർക്ക് ഞാനൊരു ഇളവ് തരാം. ഇന്ന് കൃത്യം 10 മണിക്ക് ആദിത്യനെ കോടതിയിൽ ഹാജരാക്കാനായി ഞങ്ങൾ കൊണ്ടുപോകും. ആ നേരത്ത് ഉമാദത്തൻ ഗസ്റ്റ് ഹൗസിൽ ഒരു ഒഫീഷ്യൽ മീറ്റിംഗിലായിരിക്കും. സൂപ്പർ. ഇനി ഈ കൈ എനിക്ക് തരുമ്പോ ഈ കൈയിൽ ഞാൻ പറഞ്ഞ കാശുണ്ടാവണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ ശരവണ? രാമനാർ മഠത്തിൽ സ്വാമിനാഥൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. താൻ ധൈര്യമായിട്ട് ചെല്ല്. ബെസ്റ്റ് വിഷസ്.